നമസ്കാരം ഡോക്ടർ. ഇദ്ദേഹത്തിൻ്റെ വയസ്സിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിന് പ്രോസ്റ്റേറ്റ് വോളിയം 25 ആണ്, 25. എന്തെങ്കിലും മരുന്ന് കഴിച്ച് തുടങ്ങേണ്ട ഒരു ഘട്ടമായിട്ടുണ്ടോ എന്നാണ് ഇദ്ദേഹത്തിന് അറിയേണ്ടത്. ഓക്കെ, ഈ പ്രോസ്റ്റേറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി മരുന്നിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒന്ന്, പ്രോസ്റ്റേറ്റ് എല്ലാ ആൾക്കാർക്കും പ്രോസ്റ്റേറ്റ് ഉണ്ട്. പ്രായത്തിൻ്റെ അനുസരിച്ച് അതിൽ വലുതായിക്കൊണ്ടേയിരിക്കും. ഈ പറഞ്ഞ 40 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇൻവേരിയബിളി എല്ലാവർക്കും പ്രോസ്റ്റേറ്റ് ഒരു എൻലാർജ്മെൻറ്റ് ഉണ്ടാകും. ഈ പ്രോസ്റ്റേറ്റിന് ട്രീറ്റ്മെൻറ്റ് വേണ്ടിയത് ഇതുമൂലം നമ്മുടെ എന്തെങ്കിലും റൂട്ടീൻ ആക്ടിവിറ്റീസ്, ഇപ്പോൾ മൂത്രം ഒഴിക്കുന്നതിന് പ്രയാസം ഉണ്ടാകുക, മൂത്ര തടസ്സം ഉണ്ടാകുക, അല്ലെങ്കിൽ കൺട്രോൾ ഇല്ലാതെ പോവുക, അല്ലെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ, പ്രോസ്റ്റേറ്റ് എൻലാർജ് ചെയ്തത് മൂലം ഉണ്ടാകുന്ന എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ മാത്രമേ പ്രോസ്റ്റേറ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി. ഇപ്പോൾ ഈ 25 ഗ്രാംസ് ഉള്ള പേഷ്യൻറ്റിൻ്റെ ഏജ് പറഞ്ഞില്ല. ചിലപ്പം ഈ 25 ഗ്രാംസ്, അതായത് പ്രോസ്റ്റേറ്റിൻ്റെ സൈസും മൂത്ര തടസ്സത്തിൻ്റെ ലെവലുമായിട്ട് ബന്ധമില്ല. ചിലപ്പോൾ 100 ഗ്രാം പ്രോസ്റ്റേറ്റ് ഉള്ള അല്ലെങ്കിൽ 80 ഗ്രാം പ്രോസ്റ്റേറ്റ് ഉള്ളവർക്ക് ഒരു മൂത്ര തടസ്സം ഉണ്ടാകത്തില്ല. അവർക്ക് വേറെ ക്യാൻസറോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വേണ്ട. പല ആൾക്കാരും അങ്ങനെയുള്ളവർ കാണും, 60 ഗ്രാം ഉള്ളവർ കാണും, 80 ഗ്രാം, പക്ഷേ അവർക്ക് മൂത്ര തടസ്സവും ഇല്ല, കോംപ്ലിക്കേഷനും ഇല്ല, അസുഖവും ഇല്ല. അതേസമയം 25 ഉള്ള ആൾക്കാർക്ക് ഈ 25 ഉള്ള പ്രോസ്റ്റേറ്റ് ചിലപ്പോൾ മൂത്രതടസ്സം ഉണ്ടാക്കാം. അതായത് ഇതിനകത്ത് ഈ ഈ ഗ്ലാൻഡുലർ പാർട്ട് കുറവായിട്ട് ഫൈബ്രസ് പാർട്ട് വരും. ഫൈബ്രസ് പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ചുരുങ്ങിയേ ഇരിക്കത്തുള്ളൂ എപ്പോഴും. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ചെറിയ ഗ്രേഡ് 1 പ്രോസ്റ്റേറ്റ് ആണെങ്കിലും മൂത്രക്കുഴലിന് ചുറ്റും നിൽക്കുമ്പം ഇത് തടസ്സം ഉണ്ടാക്കും. അതാണ് ഈ ചെറിയ ഗ്ലാൻഡ് ആണെങ്കിലും ചിലപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ സിംറ്റംസ് ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ളതാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വേണം. ഈ ഫൈബ്രസ് പ്രോസ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ മരുന്ന് കഴിച്ചാൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടത്തില്ല. അത് ജ്യൂസി അല്ലല്ലോ, അതിങ്ങനെ നല്ല ടൈറ്റായിട്ടിരിക്കും. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ TURPയോ അല്ലെങ്കിൽ ബ്ലാഡർ നെക്ക് ഇൻസിഷനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷേ ഏജ് പറയാത്തതുകൊണ്ട് നമുക്കറിയത്തില്ല. സാധാരണ രീതിയിൽ 25 ഗ്രാംസേ ഉള്ളൂ, അസുഖമൊന്നുമില്ല എങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട. അസുഖം ഉണ്ടെങ്കിൽ അത് ഈ പ്രോസ്റ്റേറ്റ് മൂലമാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ആ ഒരു ഏജാണ് അല്ലേ? ഏജ് പറയാത്തത് കൊണ്ട് തന്നെ അതിൽ കൃത്യമായൊരു മറുപടി അത്തരം കാര്യങ്ങൾക്ക് നൽകുക സാധ്യമല്ല. പക്ഷേ പ്രോസ്റ്റേറ്റിൻ്റെ വലിപ്പവും മൂത്ര തടസ്സവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട്. അതെല്ലാം വിശദമായി ഡോക്ടർ പറഞ്ഞു തന്നു കഴിഞ്ഞു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.